Hi, welcome to Exam Winner Learning App. So, Exam Winner Learning App കേരളത്തിലെ നമ്മുടെ മലയാളം അറിയുന്ന സ്റ്റുഡൻസിനായിട്ട് ഡെവലപ്പ് ചെയ്തൊരു പ്രത്യേക ആപ്പാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെയും +1ലെയും +2ലെയും NCERT ആസ് വെൽ as CBSE ഓറിയൻറ്റഡ് ക്ലാസ്സുകളുണ്ടാകും, വീഡിയോ ക്ലാസ്സസ് ഉണ്ടാകും. ദെൻ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വീഡിയോ സൊല്യൂഷൻ ഉണ്ട്, എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന സൊല്യൂഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളും എക്സാം ഓറിയൻറ്റഡ് റിവിഷൻ ക്ലാസ്സുകളും എക്സാം വിന്നർ ലേണിംഗ് ആപ്പ് നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ ലേണിംഗ് ആപ്പ് മാക്സിമം യൂസ് ചെയ്യുക നിങ്ങളുടെ എക്സാംസിനും ഫർദർ സ്റ്റഡീസിനും വേണ്ടി. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 10 ബയോളജി SSLC എക്സാമിനേഷൻ മാർച്ച് 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, 2020 SSLC ക്വസ്റ്റ്യൻ പേപ്പർ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻറ്റ്, അതിന് ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, കാരണം നമ്മുടെ എക്സാം വളരെ അടുത്തെത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു എല്ലാവരും നല്ല പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു, നല്ല എല്ലാ ചാപ്റ്ററും തറവായിട്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, കാരണം ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളൂ. സോ അതുപോലെ തന്നെ നല്ല ഈസി ആയിരിക്കട്ടെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമും. ഓക്കെ, എല്ലാവിധ ആശംസകളും. ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാം വിന്നർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രോസസ് ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ് ഇൻ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഈസ്. സോ നമ്മൾ പഠിച്ചതാണ് ഇമ്പൾസ് ഫോർമേഷൻ. ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, സോ ഇമ്പൾസ് ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾറെഡി. നമുക്ക് 2 വിഷ്വൽ പിഗ്മെൻറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു നമ്മുടെ വിഷ്വൽ പിഗ്മെൻറ്റ്സ്? റോഡോപ്സിനും ദെൻ ഫോട്ടോപ്സിനും. 2 വിഷ്വൽ പിഗ്മെൻറ്റ്സ്, റോഡോപ്സിൻ ആൻഡ് ഫോട്ടോപ്സിൻ. ഈ റോഡോപ്സിനും ഫോട്ടോപ്സിനും, അതായത് റോഡ് സെൽസിലും കോൺ സെൽസിലും ഉള്ള വിഷ്വൽ പിഗ്മെൻറ്റ്സ് ആണിത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഈ റോഡോപ്സിനും ഫോട്ടോപ്സിനും എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോസിയേറ്റ് ചെയ്തിട്ട് ആരൊക്കെയായിട്ടാണ് മാറുക? ഇവർ ഓപ്സിനും റെറ്റിനാലുമായിട്ട് മാറും. സോ വിഷ്വൽ പിഗ്മെൻറ്റ്സ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എന്തിൻ്റെ പ്രസൻസിൽ? ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡിവൈഡ് ചെയ്തിട്ട് ഓപ്സിനും റെറ്റിനാലും ആയിട്ട് മാറുന്നു. ഓപ്സിനും റെറ്റിനാലും ആയിട്ട് മാറുന്നു. ഇവിടെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഇമ്പൾസ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻസ് നോക്കാം ക്വസ്റ്റ്യൻ്റെ. ഫസ്റ്റ് ഓപ്ഷൻ, ദ ഡിസോസിയേഷൻ ഓഫ് വിഷ്വൽ പിഗ്മെൻറ്റ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. ബി, ഫോർമേഷൻ ഓഫ് വിറ്റാമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. സി, ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ടു സെറിബ്രം ത്രൂ ദ ഒപ്റ്റിക് നെർവ്. ഡി, ദ റീയൂണിയൻ ഓഫ് റെറ്റിനാൽ ആൻഡ് ഓപ്സിൻ. ഓക്കെ, സോ ഈ 4 ഓപ്ഷന് ഏതാണ് നമ്മുടെ ഫോർമേഷൻ ഓഫ് ഇമ്പൾസസ് ഇൻ ഫോട്ടോ റിസപ്റ്റർ? ഫോട്ടോ റിസപ്റ്റർ അതായത് നമ്മുടെ കണ്ണിലെ വിഷ്വൽ ഇമ്പൾസ് ഫോം ചെയ്യുന്നതിലുള്ള സ്റ്റെപ്പ് ഏതാണ് എന്നാണ്. അപ്പോൾ അതാണ് ദ ഡിസോസിയേഷൻ ഓഫ് വിഷ്വൽ പിഗ്മെൻറ്റ്സ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. നമ്മൾ ഓൾറെഡി അത് കണ്ടു. റോഡോപ്സിനും ഫോട്ടോപ്സിനും ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ടീഷൻസിലേക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ SSLC മാർച്ച് 2020 ബയോളജി പേപ്പറിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഇൻഡിക്കേറ്റഡ് ബൈ 1 and 2 ഇൻ ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് DNA മോളിക്യൂൾ ഗിവൺ ബിലോ. നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇത് ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളാണ്, ഇതൊരു ഷുഗർ മോളിക്യൂളാണ്. ആൻഡ് ഈ C എന്ന് ലാബിൽ ചെയ്ത് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. C4 സൈറ്റോസിൻ നിങ്ങൾ പഠിച്ചതാണ്. ഇതൊരു നൈട്രജൻ ബേസ് ആണ്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നൈട്രജൻ ബേസും ഒരു ഷുഗറും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഇതിനെ ഒന്നിച്ച് ചേർന്നിട്ട് നിങ്ങൾ പഠിച്ചത് എന്താണ്? ഇതൊരു ന്യൂക്ലിയോടൈഡാണ്. ഇതൊരു ന്യൂക്ലിയോടൈഡാണ്. അടുത്ത ന്യൂക്ലിയോടൈഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഫസ്റ്റത്തത് ഞാൻ നിങ്ങൾക്ക് ലാബൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ക്ലിയർ ആയ സെക്കൻഡും നിങ്ങൾക്ക് ലാബൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നോക്കിയേ,
സി 1 and 2 ആണ് നമുക്ക് ലാബൽ ചെയ്യേണ്ടത്. ഇതല്ലേ നമ്മുടെ 1 എവിടെ? യെസ്, ഇവിടെ 1 കൊടുത്തിരിക്കുന്നു, ഇവിടെ 2 കൊടുത്തിരിക്കുന്നു. അപ്പം ഓൾറെഡി ഞാൻ ഇവിടെ ലാബിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോസ്ഫറസ്. അപ്പോൾ ഷുവറായിട്ടും ഇവിടെ ഫോസ്ഫറസ് ആവും. അപ്പോൾ 2 ഫോസ്ഫറസ് ആണ്. ഇനി നമുക്ക് ഈ 1 എന്താണെന്നാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതല്ലേ നമ്മുടെ ബേസ് പെയറിങ് അല്ലേ? സൈറ്റോസിൻ ആരുമായിട്ടാണ് പെയർ ചെയ്യുന്നത്? നിങ്ങളൊന്ന് റിവൈസ് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കി. സൈറ്റോസിൻ പെയർ ചെയ്യുന്നത് ഗ്വാനിനായിട്ട്. ഗ്വാനിൻ വിൽ പെയർ വിത്ത് സൈറ്റോസിൻ. അഡിനിൻ ആരായിട്ടാണ് പെയർ ചെയ്യുന്നത്? AT. ആൻഡ് തയമീൻ ടു അഡിനിൻ. സോ നമ്മൾ ഓവറോൾ നമുക്ക് പറയാം എന്താണ് നമ്മൾ പെയറിംഗ് എന്ന് ചോദിച്ചാൽ ATGC. ഇതൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെക്കാം. ATGC ആണ് നമ്മുടെ DNA കാണുന്ന പെയർ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇവരാണ് പെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇതിൽ ശ്രദ്ധിക്കുക, ഇത് ഓൾറെഡി ഫോസ്ഫറസ് നമ്മൾ ലാബൽ ചെയ്ത് കഴിഞ്ഞു. ഈ 1 ലാബൽ ചെയ്തിരിക്കുന്നത് നൈട്രജൻ ബേസ് ആണ്. സൈറ്റോസിൻ പെയർ ചെയ്യുന്ന നൈട്രജൻ ബേസ് ഏതാണ്? നിങ്ങളിപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. ഇറ്റ് ഷുഡ് ബി ഗ്വാനിൻ. സോ ഇറ്റ് ഈസ് G. ഓക്കെ, അപ്പം the 1 is for guanine, 2 is for phosphorus. 1 is for guanine, 2 is for phosphorus. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണിത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാമിനർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. ഹായ്, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മാർച്ച് 2020 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ ഗിവൺ സിംറ്റംസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡിസീസ്. നമ്മൾ ഒരുപാട് ഡിസീസ് നമ്മളെ ചാപ്റ്ററിൽ പല ഡിസീസുകൾ പഠിക്കുന്നുണ്ട്. ലൈക്ക് തൈറോയിഡിസം നമ്മൾ പഠിക്കുന്നുണ്ട്, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് അറേ ഓഫ് ഡിസീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റാറ്റ് ഫീവർ, ഡിഫ്തീരിയ, അങ്ങനെ ഒരുപാടെണ്ണം. ഈ സിംറ്റം ഏതിൻ്റെയാണെന്ന് നമുക്ക് നോക്കണം. അപ്പം നിങ്ങൾ ആ ഡിസീസ് ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് സിംറ്റം ലോ മെറ്റബോളിക് റേറ്റ്, സെക്കൻഡ് ഹൈപ്പർ ടെൻഷൻ, തേർഡ് ഇൻഫ്ലമേഷൻ ഇൻ ടിഷ്യൂസ്. ഈ 3 സിംറ്റം ഉള്ള ഒരു ഡിസീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഡിസീസ്? ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. മിക്സോഡിമയാണത്. മിക്സോഡിമ. എന്തായിരുന്നു നമ്മളെ മിക്സോഡിമ? ഓക്കെ, വലിയ ആൾക്കാരിൽ അഡൾട്ട്സിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് മൂലമുണ്ടാവുന്ന ഡിസീസാണ് എന്ത്? മിക്സോഡിമ. സോ ഇറ്റ്സ് ആക്ച്വലി എ ഹൈപ്പോ തൈറോയിഡിസം തന്നെയാണ്. സോ നമുക്കിതെന്താന്ന് പറയാം? ഹൈപ്പോ തൈറോയിഡിസം ആണ്. തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് മൂലമുണ്ടാവുന്ന ഡിസീസാണ്. പക്ഷെ കുട്ടികളിലല്ല. ആരാണ്? ഹൈപ്പോ തൈറോയിഡിസം ഇൻ അഡൾട്ട്സ്. വലിയ ആൾക്കാരിൽ ഉണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡിസം മൂലമാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ മിക്സോയിഡിമ എന്ന കണ്ടീഷൻ. ഇതിൻ്റെ സിംറ്റംസ് ആണ് ലോ മെറ്റബോളിക് റേറ്റ്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഇൻ ടിഷ്യൂസ്. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. വെരി വെരി ഈസി ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഡിസീസ് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് പോകാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ വേറൊരു ക്വസ്റ്റ്യൻ, ബയോളജിയിൽ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. ബേസ്ഡ് ഓൺ ദ ഗിവൺ മോഡൽ മേക്ക് എ സ്യൂട്ടബിൾ പെയർ ഫ്രം ദ ഫോളോയിങ് ബോക്സ്. നമുക്ക് മോഡൽ തന്നിട്ടുണ്ട്. ചാൾസ് ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. സോ അവർ തന്ന മോഡൽ ഇതാണ്. ഒരു സയൻറ്റിസ്റ്റ് ചാൾസ് ഡാർവിൻ ആൻഡ് അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി ഇതേപോലത്തെ ഒരു പെയർ നമുക്ക് ഈ ബോക്സിൽ നിന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനത്തെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരും അയാളുടെ ഒരു തിയറിയും, ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാക്കണം. സോ നമ്മളെ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട് നോക്കുക. ഹ്യൂഗോ ഡി വ്രീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്. പിന്നെയോ ലമാർക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്. ദെൻ കെമിക്കൽ എവല്യൂഷൻ തിയറി ഉണ്ട്, പാൻസ്പെർമിയ തിയറി ഉണ്ട്, ദെൻ മ്യൂട്ടേഷൻ തിയറി ഉണ്ട്, ദെൻ റോബർട്ട് മാൽത്തസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റും ഉണ്ട്. ഇതിൽ നിങ്ങൾ പഠിച്ചൊരു കോറിലേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഹ്യൂഗോ ഡി വ്രീസ് എന്ന സയൻറ്റിസ്റ്റിനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഹ്യൂഗോ ഡി വ്രീസിൻ്റെ തിയറി ഏതായിരുന്നു? ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ. യെസ്, ഇറ്റ് ഈസ് അവർ മ്യൂട്ടേഷൻ തിയറി. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. നമ്മളെ ആൻസർ ഇതാണ്.
ഹ്യൂഗോ ഡിവ്രീസ് എന്ന സയൻറ്റിസ്റ്റിൻ്റെ തിയറി ഏതാണ്? മ്യൂട്ടേഷൻ തിയറി. മ്യൂട്ടേഷൻ തിയറി, ഹ്യൂഗോ ഡിവ്രീസിൻ്റെ തിയറിയാണ് നമ്മുടെ മ്യൂട്ടേഷൻ തിയറി. സോ ഇതാണ് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ. ഐ തിങ്ക് യു ആർ ക്ലിയർ. സോ നമ്മൾ മാർച്ച് 2020 SSLC ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യുന്നത്. നമ്മൾ 5th ക്വസ്റ്റ്യൻ, in plants, which is the chemical substance that prevents the germs that have crossed the cell wall from entering the cell membrane. ഒരു പ്ലാന്റിൽ സെൽ വാൾ ക്രോസ് ചെയ്ത് ജേം ഉള്ളിൽ കയറി കഴിഞ്ഞു. ഇനി അത് സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് കയറുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുന്നത് ആര്? സെൽ വാൾ ക്രോസ് ചെയ്ത് കയറിയ പാത്തോജനെ സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് കയറാൻ സമ്മതിക്കരുത്. ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ആരാണ്? നമുക്കറിയാം സെൽ വാളിലൂടെ പാത്തോജൻ കയറാതിരിക്കാൻ പല ആൾക്കാരുണ്ട്. ക്യൂട്ടിൻ ഉണ്ട്, ലിഗ്നിൻ ഉണ്ട്, സുബറിൻ ഉണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ അതല്ല. Which is the chemical substance that prevents the germs that have crossed the cell wall? Cell wall is already crossed from entering the cell membrane. സെൽ വാൾ ക്രോസ് ചെയ്തതിനെ സെൽ മെംബ്രെയിൻ്റെ ഉള്ളോട്ട് കയറ്റാൻ സമ്മതിക്കാത്തത് ആര്? നമുക്ക് നമ്മുടെ ആൻസർ അറിയാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തതാണ്. കാലോസ് ആണ് നമ്മുടെ ആൻസർ. കാലോസ് ഇസ് എ പോളിസാക്രൈഡ്. ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ഇറ്റ്സ് എ പോളിസാക്രൈഡ്. ഇതാണ് സെൽ വാൾ ക്രോസ് ചെയ്ത പാത്തോജനെ സെൽ മെംബ്രെയിനിലേക്ക് ക്രോസ് ചെയ്യാതെ, സെൽ മെംബ്രെയിൻ കടന്ന് ഉള്ളിൽ കയറാതെ പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾ. ഓക്കെ, കാലോസ് മറക്കരുതേ, ഓർമ്മിച്ച് വയ്ക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ 5ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാമിനർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. സോ മാർച്ച് 2020 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിലെ 6th ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിലേതാണ് കറക്റ്റ്? അപ്പം ഈ ഓരോന്നിനെ പറ്റിയും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം, എന്നാലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്ത് പോയ പോയിന്റ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ നോക്കാം. നമുക്ക് നോക്കാം. ജങ്ക് ജീൻസ്, ദ ഫങ്ഷണൽ ജീൻസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. ആണോ? ജങ്ക് ജീൻസ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തൊരു ആളാണ്. ജങ്ക് ജീൻസ് ആരായിരുന്നു? ദേ ആർ ദ നോൺ ഫങ്ഷണൽ ജീൻസ്. പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെയായിരുന്നു നമ്മൾ ജങ്ക് ജീൻസ് എന്ന് വിളിച്ചത് അല്ലേ? പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി, ജങ്ക് ജീൻസ് ഫങ്ഷണൽ ജീൻസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ആണോ? അല്ല, ദേ ആർ നോൺ ഫങ്ഷണൽ ജീൻ. ദേ ആർ നോട്ട് ടേക്കിംഗ് പാർട്ട് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. സെക്കൻഡ്, ഇന്റർഫെറോൺസ്. ജനറ്റിക് സിസേഴ്സ് യൂസ് ടു കട്ട് ജീൻസ്. എവിടെയോ എത്തിപ്പോയി അല്ലേ? ഇന്റർഫെറോൺസ് ആരാണ്? ദീസ് ആർ പ്രോട്ടീൻസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻസ് ആണ് ആര്? ഇന്റർഫെറോൺസ്. They are not related to any genetic system. They are not related to genetic engineering. എന്താ നമുക്ക് പറയാം? ജനറ്റിക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആണ്. എങ്ങനെ നമുക്ക് പറയാം? ഈ ജനറ്റിക് എഞ്ചിനീയറിങ്ങിലൂടെ നമുക്ക് ഇൻ്റർഫെറോൺസിനെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അത് ജനറ്റിക് സിസേഴ്സ് ഒന്നുമല്ല. ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻ്റർഫെറോൺസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വൈറൽ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, വൈറൽ ഡിസീസ് ബാധ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർഫെറോൺസ് യൂസ് ചെയ്യുന്നത്. It's not genetic scissors, they are proteins used to prevent viral infection. So നമ്മുടെ സെക്കൻഡും റോങ് ആണ്. തേർഡ്, genome, the complete genetic material present in an organism. Yes, വളരെ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ജീനോംസ്, അത് is the complete genetic material present in an organism, right? സ്റ്റിൽ നമുക്ക് 4ാമത്തെയും കൂടെ ഒന്ന് നോക്കാം. ഇതും ക്ലിയർ ആവണല്ലോ. എൻഡോർഫിൻസ്, ദ പ്രോട്ടീൻ യൂസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്രോത്ത് ഡിസോർഡേഴ്സ്. ആണോ? ഗ്രോത്ത് ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതായിരിക്കും? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇറ്റ് ഈസ് സൊമാറ്റോട്രോഫിൻസ്. സൊമാറ്റോട്രോഫിൻസ് ആണ്, എൻഡോർഫിൻ അല്ല. എൻഡോർഫിൻ വേദനയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് ഓൾസോ റോങ്. ഏതാണ് നമ്മുടെ റൈറ്റ് ആൻസർ? ജീനോം, ദ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ആൻ ഓർഗാനിസം. സോ ഇതാണ് റൈറ്റ്.
നമുക്കൊരു ആവറേജ് ക്വസ്റ്റ്യൻ ആണിത്. ടെക്സ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. ക്ലിയർ അല്ലേ? സോ നമ്മൾ മാർച്ച് 2020 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ കാണുന്നത്. അതിൽ 7th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. Suitably arrange the information under the given headings. Evoke sensation, coordinate the repeated movement during walking and running. Impulses from different parts of the body are transmitted to and from the brain. നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതിനെ ബ്രെയിൻ ചെയ്യുന്നത് ഏത്, സ്പൈനൽ കോഡ് ചെയ്യുന്നത് ഏത്, ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുക്കണം. നോക്കാം നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ഇവോക്ക് സെൻസേഷൻസ്. നമുക്കറിയായിരിക്കുമല്ലോ, നമുക്ക് ആരാണ് ഈ സെൻസേഷൻ തരുന്നത്, സെൻസ് ഓർഗൻസ് എന്നുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് തരുന്നത് ആരാ? നമ്മളെ കാഴ്ച, കേൾവി, ഇതെല്ലാം ചെയ്തു തരുന്നത് ആരാ? ഇറ്റ്സ് ബ്രെയിനാണ് തരുന്നത്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ കോർഡിനേറ്റ്സ് ദ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ് ഡ്യൂറിങ് വാക്കിംഗ് ആൻഡ് റണ്ണിങ് വാക്കിംഗ്, ഇങ്ങനെ നമ്മൾ നടക്കുക, ഓടുക, ഇതൊക്കെ നമ്മളെ കോർഡിനേറ്റ് ചെയ്ത് തരുന്ന ആരാ? ഇറ്റ്സ് ഡൺ ബൈ സ്പൈനൽ കോഡ്. ഞാനിത് ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, നിങ്ങളെ ബുക്കിൽ ക്ലിയറായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ആണത്. ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രോ ദ ബ്രെയിൻ. ഓക്കെ, നമ്മളെ പല ബോഡി പാർട്സിൽ നിന്നുള്ള ഇമ്പൾസസ് ബ്രെയിനിലേക്ക് എത്തിക്കുന്നതും അതുപോലെ തന്നെ ബ്രെയിൻ തരുന്ന റെസ്പോൺസ് തിരിച്ച് നമ്മുടെ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നതും ആര്? ഇറ്റ്സ് ഓൾസോ സ്പൈനൽ കോഡ്. സോ നമുക്ക് പറയാം, ബ്രെയിനിൽ നമുക്ക് ഈ ഒരു പോയിന്റ് ആഡ് ചെയ്യാം, ബാക്കി 2 പോയിന്റ്സും നമുക്ക് സ്പൈനൽ കോഡിലേക്ക് കൊടുക്കാം. ഇതായിരുന്നു നമ്മുടെ 7th ക്വസ്റ്റ്യൻ. ഇതും നമ്മുടെ ടെക്സ്റ്റിനുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ആവറേജ് എന്ന റേറ്റിങ്ങിൽ കൊടുക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ 2020 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിലെ 8th ക്വസ്റ്റ്യൻ. അനലൈസ് ദ ഫോളോയിങ് ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. സോ ബാക്ടീരിയ, ഹ്യൂമൻ ബീങ്സ്, both are linked to energy stored in ATP molecule. In both of them, genes determine hereditary traits. So our first question, what proof of evolution does the illustration give? B, does the study of homologous organs give similar proof? How? രണ്ടും ഓരോ മാർക്ക് വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എവല്യൂഷൻ പ്രൂഫാണ് നമുക്ക് കിട്ടുന്നത്? ശ്രദ്ധിക്കുക, നമ്മൾ ബാക്ടീരിയനെയും ഹ്യൂമൻ ബീനെയും ലിങ്ക് ചെയ്തിരിക്കുകയാണ്. രണ്ടിലും എനർജി ആരായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ATP ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. രണ്ടിലും ഹെറിഡിറ്ററി ട്രൈറ്റ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ജീൻസ് ആണ്. സോ ബാക്ടീരിയ ആയിക്കോട്ടെ ഹ്യൂമൻ ബീൻ ആയിക്കോട്ടെ എനർജി സ്റ്റോർ ചെയ്യുന്നത് ATPയിലാണ്. നമ്മുടെ ഹെറിഡിറ്ററി ട്രൈറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ജീൻസ് ആണ്. ഇങ്ങനെ നോക്കൂ, നമുക്ക് പറയാം ATP സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഒരു ബയോ കെമിസ്ട്രിയാണ് നമുക്ക് പറയാം. സോ നമുക്ക് പറയാം, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ATPയിലാണ് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ബയോ കെമിസ്ട്രി പ്രൂഫാണ്. എന്തിനുള്ള നമ്മൾ പറയാം കേട്ടോ, ബയോ കെമിസ്ട്രി പ്രൂഫാണ്. രണ്ടാമത്തെ നമ്മളോട് പറയുന്നത് ഹെറിഡിറ്ററി ട്രൈറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ജീൻസ് ആണെന്നാണ്. സോ അത് നമുക്ക് പറയാം നമ്മളൊരു ജനറ്റിക്കൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മളെ ഫിസിയോളജിക്കൽ പ്രൂഫാണെന്ന് പറയാം. ജനറ്റിക് പ്രൂഫ് അല്ലെങ്കിൽ നമ്മളെ ഫിസിയോളജിക്കൽ പ്രൂഫാണ് അത് എന്ന് പറയാം. സോ ഈ 2 പ്രൂഫും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയയ്ക്കും ഹ്യൂമൻ ബീങ്സിനും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്നാണ്. അതായത് കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറയാം ബാക്ടീരിയയ്ക്കും ഹ്യൂമൻ ബീയിങ്ങിനും എവിടെയോ വെച്ചൊരു കോമൺ ഒറിജിൻ ഉണ്ട്. ദേ ഹാവ് എ കോമൺ ആൻസിസ്റ്റർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ദേ ഹാവ് എ കോമൺ ഒറിജിൻ. സോ ഈ 2 പ്രൂഫ് നമുക്ക് തരുന്നത് ഈ ഒരു റിസൾട്ടാണ്. ATP സ്റ്റോർ ചെയ്യുന്നതും അതേപോലെ തന്നെ ജീൻസ് എന്ന കണ്ടീഷനും രണ്ടും ബാക്ടീരിയയും ഹ്യൂമൻ ബീങ്സിലും ഉണ്ടെന്ന് പറയുന്നതിനർത്ഥം ദേ ഹാവ് എ കോമൺ ആൻസസ്റ്റർ ഓർ കോമൺ ഒറിജിൻ. അതാണ് നമ്മൾ ഫസ്റ്റത്തെ ആൻസർ. സോ നമുക്ക് ഇങ്ങനെ പറയാം, ദിസ് ഇല്ലുസ്ട്രേഷൻ ഗിവ്സ് ദാറ്റ് the ATP storage in bacteria as well as the genes in bacteria as well as in human being indicate that they have a common ancestor as well as a common origin. നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Does the study of homologous organ give the similar proof? How? അപ്പോൾ എന്താണ് നിങ്ങളെ ഹോമലോഗസ് ഓർഗൻസ്? നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ, നിങ്ങളെല്ലാവരും പഠിച്ച് എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ എല്ലാവരും അല്ലേ? സോ എന്താണ് നമ്മളെ ഹോമലോഗസ് ഓർഗൻ? ഇതിനെ ഓർത്ത് വയ്ക്കുക. നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം,
ലോജി എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. സോ നമുക്ക് പറയാം ഹോമലോഗസ് ഓർഗൻസ് ആർ originally and anatomically similar but morphologically and functionally dissimilar. Those organs which have similar origin but different function can be termed as homologous organ. And this homologous organ also give a proof for common ancestors of organism. ഓർഗാനിസത്തിനെല്ലാം ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്നതിൻ്റെ പ്രൂഫ് തന്നെയാണ് ഈ ഹോമലോഗസ് ഓർഗൻസും. സോ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ ബാക്ടീരിയ ആയാലും ഹ്യൂമൻ ബീങ്സ് ആയാലും നമുക്ക് തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ പ്രൂവ് ചെയ്തിരിക്കുന്നത് അതിനൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് അല്ലെങ്കിൽ ഒരു കോമൺ ഒറിജിൻ ഉണ്ട് എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹോമലോഗസ് ഓർഗനെ പറ്റിയായിരുന്നു. സോ ഹോമലോഗസ് ഓർഗൻ എന്താണ്? ദേ ആർ ഓർഗൻസ് വിച്ച് ഹാവ് സിമിലർ ഒറിജിൻ ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻ. It also indicates or it's also considered as a proof for common ancestry of organism. ഓർഗാനിസത്തിന് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്നതിൻ്റെ പ്രൂഫാണ് ഹോമലോഗസ് ഓർഗൻസും. സോ ഇത്രയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് നമുക്കൊരു എബവ് ആവറേജ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്ത്, കുറച്ച് അനലിറ്റിക്കലാണ്, ഒന്ന് അനലൈസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ആൻസറാണ്. ഓക്കെ, ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാമിനർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. സോ 2020 മാർച്ചിലെ SSLC ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ 9th ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സർട്ടൻ ഡിസീസ് ആൻഡ് ഗീവ് ദ റീസൺ ഫോർ ഈച്ച്. A. In hepatitis, dark yellow color appear in white portion of the eye and the nails. B. In diphtheria, an ash colored thick coating forms in the throat. നമുക്ക് രണ്ട് ഡിസീസിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഹിൻ്റാണ് തന്നിരിക്കുന്നത്. അതിനെ അനലൈസ് ചെയ്തിട്ട് എഴുതണം. സോ ഈ ഡിസീസിനെ പറ്റി ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സോ എന്താണ് ഇതിൻ്റെ റീസൺ നമുക്ക് കൊടുക്കേണ്ടത്? ഫസ്റ്റ് നോക്കാം. In hepatitis, dark yellow color appear in white portion of the eye and nail. സോ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ സമയത്ത് നമ്മുടെ നഖത്തിലും കണ്ണിൻ്റെ ആ വെള്ള ഭാഗത്തും എന്തുകൊണ്ടാണ് മഞ്ഞ നിറം ഉണ്ടാകുന്നത്? നമ്മൾ അതിൻ്റെ ആൻസർ നോക്കിയാൽ വെച്ചാൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ കാണുന്നത്. സോ ഹെപ്പറ്റൈറ്റിസ് വി നോ ഇറ്റ്സ് എ വൈറൽ ഡിസീസ്. ഈ ഹെപ്പറ്റൈറ്റിസിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ ലിവർ ഇസ് പ്രൊഡ്യൂസിങ് ബൈൽ. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മളൊരു സെക്രീഷനാണ് ബൈൽ. ആൻഡ് എന്താ സംഭവിക്കുന്നത് ഹെപ്പറ്റൈറ്റിസിൻ്റെ സമയത്ത് വെച്ചാൽ ഈ ബൈലിൻ്റെ നമ്മുടെ ബോഡിയിലൂടെയുള്ള ട്രാൻസ്പോർട്ട് പ്രിവെൻറ്റഡ് ആവും. സോ ബൈലിൻ്റെ ബോഡിയിലൂടെയുള്ള ട്രാൻസ്പോർട്ട് അവിടെ തടസ്സപ്പെട്ടു പോകും. എന്താ സംഭവിക്കുക ആ സമയത്ത് നോക്കാം. നമ്മൾ ബിലിറൂബിൻ എന്നൊരു പിഗ്മെൻ്റ് ഉണ്ട് ബൈലിൽ. ബിലിറൂബിൻ എന്ന് പറഞ്ഞൊരു പിഗ്മെൻ്റ് ഉണ്ട് ബൈലിലുള്ളൊരു പിഗ്മെൻ്റാണ് നമ്മളെ ബിലിറൂബിൻ. ഈ ബിലിറൂബിൻ്റെ രക്തത്തിലെ എമൗണ്ട് കൂടും. സോ ലിവർ സെക്രീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബൈല്. ഈ ബൈല് നമ്മളെ ബോഡിയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫീക്കൽ മാറ്ററിലൂടെ പുറത്തേക്ക് പോകേണ്ടതാണ്. നമ്മൾ എലിമിനേഷനിലൂടെ പുറത്തേക്ക് പോകണം. എക്സ്ക്രീറ്ററി മെറ്റീരിയലിനൊപ്പം പുറത്ത് പോകേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിലുള്ള ഈ ബൈലിൻ്റെ ട്രാൻസ്പോർട്ട് തടസ്സപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ ബൈലിലൊരു പിഗ്മെൻ്റ് ഉണ്ട്, അതാണ് ബിലിറൂബിൻ. ഈ ബിലിറൂബിൻ്റെ എമൗണ്ട് നമ്മുടെ ബ്ലഡിൽ കൂടും. ഇങ്ങനെ ബ്ലഡിൽ ബിലിറൂബിൻ്റെ എമൗണ്ട് കൂടുന്നതാണ് ഈ വൈറ്റ് പോർഷൻ ഓഫ് ഐ ആൻഡ് നെയിൽ ഈസ് ബിക്കമിങ് യെല്ലോ എന്നതിൻ്റെ റീസൺ. നെയിലും ഐയുടെ വൈറ്റ് പോർഷനും യെല്ലോ ആവുന്നതിൻ്റെ റീസൺ ഇതാണ്. ബിലിറൂബിൻ്റെ എമൗണ്ട് ബ്ലഡിൽ കൂടും. ഇതാണ് ഈ മഞ്ഞ കളറിന് കാരണം. സോ അതായിരുന്നു നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. എന്തുകൊണ്ടാണ് ആ മഞ്ഞ കളർ? നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ ഡിഫ്തീരിയ an ash colored thick coating forms in the throat. നമുക്കറിയാവുന്നതാണ് ഡിഫ്തീരിയ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അതുണ്ടാക്കുന്നത് ആരായിരുന്നു? ഇറ്റ്സ് കോസ് ബൈ കോറിനെബാക്ടീരിയം ഡിഫ്തീരിയേ. കോറിനെബാക്ടീരിയം ഡിഫ്തീരിയ. ഈ ബാക്ടീരിയയാണ് ഈ ഡിസീസ് ഉണ്ടാക്കുന്നത്. എന്തായിരുന്നു ഡിഫ്തീരിയയിൽ സംഭവിക്കൽ? നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ കയറിയാൽ ഇത് മെയിനായിട്ട് ഇൻഫെക്റ്റ് ചെയ്യുക നമ്മളെ നോസിലെയും അതേമാതിരി ത്രോട്ടിലെയും മ്യൂക്കസ് മെംബ്രെയിനെയാണ്. അതായത് നോസിലെയും ത്രോട്ടിലെയും മ്യൂക്കസ് മെംബ്രെയിനെയാണ് ഈ ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുക.
സോ ഈ ബാക്ടീരിയ കുറച്ച് ടോക്സിൻസ് ഉണ്ടാക്കും. ഈ ടോക്സിൻ നമ്മളെ മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മളെ മൂക്കിലെയും അതുപോലെ തൊണ്ടയിലെയും മ്യൂക്കസ് മെംബ്രെയിനിൻ്റെ സെൽസിനെ ഡാമേജ്ഡ് ആക്കും. സോ ബാക്ടീരിയ ഉള്ളിൽ കയറുന്നു. ഇത് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ, എവിടെയൊക്കെയുള്ള മൂക്കിലും തൊണ്ടയിലുള്ള മ്യൂക്കസ് മെംബ്രെയിനിൽ സെൽസിനെ ഡാമേജ്ഡ് ആക്കും. ഈ ഡാമേജ് ചെയ്ത സെൽസ് എന്താ സംഭവിക്കുക? ഈ ഡാമേജ് ആയ സെൽസ് എല്ലാം കൂടെ ചേർന്ന് ഒരു കട്ട പോലെ ഫോം ചെയ്യും. ഈ ഡാമേജ്ഡ് ആയ തൊണ്ടയിലെയും മൂക്കിലെയും മ്യൂക്കസ് മെംബ്രെയിനിലെ ഡാമേജ്ഡ് ആയ സെൽസ് ഒന്നിച്ച് ചേർന്ന് ഒരു ആഷ് കളേർഡ് കോട്ട് ഫോം ചെയ്യും. ഒരു ആഷ് കളേർഡ് കോട്ട് ഫോം ചെയ്യും. ഇതാണ് ഡിഫ്തീരിയയിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ലേ? നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? ഡിഫ്തീരിയ ആഷ് കളേർഡ് തിക്ക് കോട്ടിംഗ് ഈസ് ഫോമിങ് ഇൻ ദ ത്രോട്ട്. ഇത്രയേ ഉള്ളൂ. കൊറിനെ ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഡിസീസ് ഉണ്ടാക്കുന്നത്. ദ ബാക്ടീരിയ വിൽ എൻറ്റർ ടു ദ ബോഡി. ഇറ്റ് വിൽ ഡാമേജ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ത്രോട്ട് ആൻഡ് നോസ്. ഓക്കെ, ദ ഡാമേജ് സെൽസ് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ വിൽ ഫോം ദ ആഷ് കളേർഡ് കോട്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ 2 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. എന്തുകൊണ്ട് മഞ്ഞ കളർ ഉണ്ടാവുന്നു ഹെപ്പറ്റൈറ്റിസിൻ്റെ സമയത്ത്, എന്തുകൊണ്ട് ഒരു ആഷ് കളേർഡ് കോട്ട് നമ്മളെ ത്രോട്ടിൽ ഫോം ചെയ്യുന്നു ഡിഫ്തീരിയൻ്റെ സമയത്ത്. ഓക്കെ, 2 ക്വസ്റ്റ്യനാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മാർച്ച് 2020 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിലെ 10th ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. A. Name the part indicated as 1. B. How does myelin sheath form? നിങ്ങൾ ഈ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ്. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പിക്ചേഴ്സും നന്നായിട്ട് നോക്കി വയ്ക്കുക. സോ 1 എന്ന് ലാബൽ ചെയ്തിരിക്കുന്നത് ആരാണ്? ആക്സൺ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് റെഫർ ചെയ്യുക. ആക്സണിനെയാണ് നമ്മൾ 1 എന്ന് ലാബൽ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ്, ഹൗ ഡസ് മൈലിൻ ഷീത്ത് ഫോം? സോ ഈ ആക്സണിനെ ചുറ്റിയിട്ടുള്ള ഒരു കവറിങ് ആണ് നമ്മൾ മൈലിൻ ഷീത്ത്. നമ്മൾ നേഴ്സിലെ മൈലിൻ ഷീത്തിനെ നോക്കിയാൽ നമുക്ക് പറയാം മൈലിൻ ഷീത്ത് ഇൻ നേഴ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. Myelin sheath in nerves is formed of Schwann cells, whereas the myelin sheath in brain and spinal cord, myelin sheath in brain and spinal cord is formed of a special cell called oligodendrocytes. സോ ഇത്രയാണ് നമ്മളെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ പറഞ്ഞു 1 എന്തായിരുന്നു? ആക്സൺ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മൈലിൻ ഷീത്ത് ഫോം? ദ മൈലിൻ ഷീത്ത് ഇൻ നെർവ്സ് ആർ ഫോംഡ് ഓഫ് ഷ്വാൻ സെൽസ്. മൈലിൻ ഷീത്ത് ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. സോ ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. Exam winner. Crack your exams with Exam Winner and be a true